എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ന്യൂമാറ്റിക് ഹൈഡ്രോളിക് സിസ്റ്റങ്ങളുടെ സുരക്ഷാ വശങ്ങൾ എങ്ങനെ പരിപാലിക്കാം, പരിഹരിക്കാം, മെച്ചപ്പെടുത്താം എന്നിവയെക്കുറിച്ചെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. വീഡിയോയിലേക്ക് കടക്കാം. സീൻ 1. ഇന്നത്തെ വീഡിയോയിൽ ന്യൂമാറ്റിക് ഹൈഡ്രോളിക് സിസ്റ്റങ്ങളുടെ സുരക്ഷാ വശങ്ങൾ എങ്ങനെ പരിപാലിക്കാം, പരിഹരിക്കാം, മെച്ചപ്പെടുത്താം എന്നെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ന്യൂമാറ്റിക് സിസ്റ്റങ്ങളിലെ സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. മറ്റ് പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾ അപകടകരമാണെന്ന് കരുതുമ്പോൾ ന്യൂമാറ്റിക് സിസ്റ്റങ്ങൾ പതിവായി ഉപയോഗിക്കുന്നു. സാധാരണയായി ഉയർന്ന വോൾട്ടേജ് വൈദ്യുതിക്കും കത്തുന്ന ദ്രാവകങ്ങൾക്കും പകരം ന്യൂമാറ്റിക് ഉപകരണങ്ങളും ഉപയോഗിക്കുന്നു. 1. കംപ്രസ്ഡ് വായുവിൽ നിന്ന് ആളുകൾക്ക് ഗുരുതരമായ ദോഷം സംഭവിക്കാം. കംപ്രസ്ഡ് വായു ഒരിക്കലും മൂക്ക് അല്ലെങ്കിൽ ചെവി പോലുള്ള ഒരു മനുഷ്യ അറയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കരുത്. അതുപയോഗിച്ച് ആരെയും ഒരിക്കലും കുളിപ്പിക്കരുത്. 2. എക്സ്ഹോസിലൂടെ പുറന്തള്ളുന്ന കംപ്രസ്ഡ് വായുവിലെ എണ്ണത്തുള്ളികളും മറ്റ് മലിനീകരണങ്ങളും കണ്ണുകൾക്കും ശ്വസന വ്യവസ്ഥയ്ക്കും ദോഷം ചെയ്യും. 3. ഏതെങ്കിലും സിസ്റ്റങ്ങൾ ഓണാക്കുന്നതിന് മുമ്പ് മുഴുവൻ സർക്യൂട്ടും, അയഞ്ഞ കഷ്ണങ്ങൾ, പൊട്ടിയ പൈപ്പുകൾ അല്ലെങ്കിൽ അസാധാരണമായ പ്രഷർ എന്നിവ പരിശോധിക്കണം. 4. സിസ്റ്റം ചോർച്ച കണ്ടെത്തിയാൽ വർക്ക് ഉടനടി നിർത്തണം. 5. കംപ്രസ്ഡ് വായു ഇപ്പോഴും നിങ്ങളുടെ സിസ്റ്റത്തിലൂടെ ഒഴുകുമ്പോൾ വലുതോ ചെറുതോ ആയ മാറ്റങ്ങൾ വരുത്തുന്നത് ഒഴിവാക്കുക. ആദ്യം അത് ഓഫ് ചെയ്യ്. 6. ടൂൾ ഓപ്പറേഷൻ സമയത്ത് അറ്റാച്ച്മെന്റുകൾ പുറന്തള്ളുന്നത് തടയാൻ എല്ലായ്പ്പോഴും ഒരു സുരക്ഷാ ക്ലിപ്പ് അല്ലെങ്കിൽ റിറ്റൈനർ ഉപയോഗിക്കുക. 7. ഉപയോഗത്തിലിരിക്കുമ്പോൾ ആകസ്മികമായി ഡിസ്കണക്ഷൻ ഒഴിവാക്കുന്നതിന് എല്ലാ ഹോസ് കണക്ഷനുകളും പോസിറ്റീവ് ലോക്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. 8. നന്നായി വായുസഞ്ചാരമുള്ള സ്ഥലത്ത് കത്തുന്ന വസ്തുക്കളിൽ നിന്ന് മാറി എയർ കംപ്രസറുകൾ ഉപയോഗിക്കുക. 9. എയർ കംപ്രസറിലോ അല്ലാതെയോ വായുസഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും സ്ഥാപിക്കുന്നത് ഒഴിവാക്കുക. 10. നിർമ്മാതാവിന്റെ ശുപാർശയേക്കാൾ ഉയർന്ന സമ്മർദ്ദത്തിൽ ഒരിക്കലും ഒരു ന്യൂമാറ്റിക് ഉപകരണം ഉപയോഗിക്കരുത്. 11. എയർ കംപ്രസറിന്റെ പരമാവധി മർദ്ദത്തിന് തുല്യമോ അതിൽ കൂടുതലോ ആയ PSI റേറ്റിംഗുകളുള്ള കണക്ഷനുകളും ഹോസുകളും ഉപയോഗിക്കുക. 12. കംപ്രസ്ഡ് വായുവിനായുള്ള അടച്ചുപൂട്ടൽ വാൽവ് എല്ലായ്പ്പോഴും ആക്സസ് ചെയ്യാവുന്നതും ദൃശ്യവുമായിരിക്കണം. 13. മറ്റ് വ്യക്തികൾ ഉൾപ്പെടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം ഒരിക്കലും ന്യൂമാറ്റിക് ഉപകരണത്തിലോ നോസിലോ ചൂണ്ടിക്കാണിക്കരുത്. 14. ഉപകരണത്തിന്റെ നിർമ്മാതാവ് നിങ്ങൾ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്ന അറ്റാച്ച്മെന്റുകൾ മാത്രം ഉപയോഗിക്കുക. 15. ക്ലീനിംഗ്, ലൂബ്രിക്കേഷൻ, പൊതുവായ പരിപാലനം എന്നിവയുൾപ്പെടെ നിർമ്മാതാവ് നിർദ്ദേശിച്ച പ്രകാരം ന്യൂമാറ്റിക് ഉപകരണങ്ങൾ പരിപാലിക്കുക. 16. ഒരു ന്യൂമാറ്റിക് ഉപകരണം ഒരിക്കലും അതിന്റെ ഹോസ് ഉപയോഗിച്ച് കൊണ്ടുപോകാൻ പാടില്ല. 17. എയർ കംപ്രസറുകൾ പ്ലഗ് ഇൻ ചെയ്യാൻ ഗ്രൗണ്ട് ഔട്ട്ലെറ്റുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. സീൻ 2. അടിസ്ഥാന ന്യൂമാറ്റിക് സിസ്റ്റം പരിപാലനവും പ്രശ്നപരിഹാരവും. ആഴ്ചയിലൊരിക്കൽ. 1. ഡ്രെയിൻ കംപ്രസർ, ടാങ്ക്, ഫിൽട്ടർ, പാത്രം, ഡ്രെയിൻ, കോഴികളുള്ള ഏതെങ്കിലും എയർ ലൈനുകൾ എന്നിവ ഡ്രെയിൻ ചെയ്യുക. 2. കംപ്രസർ ക്രാങ്ക് കേസ് ഓയിൽ ലെവൽ പരിശോധിക്കുക. 3. പ്രഷർ സുരക്ഷ പരിശോധിക്കുക. വാൽവ് റിലീഫ് ചെയ്യുക. മാസത്തിലൊരിക്കൽ. 1. ഡിസ്ചാർജ് എയർ ഫിൽട്ടർ പരിശോധിക്കുക. 2. മർദ്ദം പരിശോധിക്കുക. വാൽവ് ക്രമീകരണം കുറയ്ക്കുക. ഓരോ 3 മാസത്തിലും ഒരിക്കൽ. 1. ക്രാങ്ക് കേസ് എണ്ണ മാറ്റുക. 2. കംപ്രസർ മോട്ടോറുകളിൽ എണ്ണയിടുക. 3. കംപ്രസർ പ്രഷർ സ്വിച്ചുകൾ പരിശോധിക്കുക. ഓരോ 6 മാസത്തിലും ഒരിക്കൽ. 1. വായു ലൈനുകളിലെ ഈർപ്പം, എണ്ണ, അഴുക്ക് എന്നിവ പരിശോധിക്കുക. 2. ഇൻടേക്ക് എയർ ഫിൽട്ടർ, ഫെൽഡ്, സ്ക്രീൻ തരം എന്നിവ വൃത്തിയാക്കുക. 3. കംപ്രസർ ബെൽറ്റ് പരിശോധിക്കുക. 4. പ്രഷർ റിലീഫ് വാൽവുകൾ പരിശോധിക്കുക. 5. ട്രാൻസ്മിറ്റിന്റെ കാലിബ്രേഷൻ, പ്രവർത്തനം, നോസിൽ കൺട്രോളറുകൾ, താപനില കൺട്രോളറുകൾ, പ്രഷർ കൺട്രോളറുകൾ, തെർമോസ്റ്റാറ്റുകൾ, ഹ്യൂമിഡിസ്റ്റാറ്റുകൾ എന്നിവ പരിശോധിക്കുക. 6. പ്രഷർ ട്രാൻസ്മിറ്ററുകളുടെയും കൺട്രോളറുകളുടെയും പൈപ്പിംഗ് പരിശോധിക്കുക. 7. ശുദ്ധമായ മൂലകങ്ങളും ഹ്യൂമിഡിസ്റ്റാറ്റുകളും വർഷത്തിലൊരിക്കൽ. 1. കാർട്രിഡ്ജ് മാറ്റിസ്ഥാപിക്കുക. ടൈപ്പ് ഇൻടേക്ക് എയർ ഫിൽട്ടറുകൾ. 2. റിസീവർ കൺട്രോളറുകളുടെ കാലിബ്രേഷൻ പരിശോധിക്കുക. 3. ഇറുകിയ അടയ്ക്കലിനായി വാൽവുകൾ പരിശോധിക്കുക. ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ പ്രശ്നപരിഹാരം. കുറഞ്ഞ ഓപ്പറേറ്റിംഗ് പ്രഷർ. ഒരു ന്യൂമാറ്റിക് സിസ്റ്റം നന്നായി പ്രവർത്തിക്കുന്നതിന് മതിയായ വായുമർദ്ദം ആവശ്യമാണ്.
വായു സമ്മർദ്ദ പ്രശ്നങ്ങൾ സിസ്റ്റം പ്രശ്നങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. അവയ്ക്ക് പലതരം മൂലകാരണങ്ങളുണ്ട്. കംപ്രസർ പലപ്പോഴും വായുമർദ്ദ നഷ്ടത്തിന് കാരണമാകുമെങ്കിലും അയഞ്ഞ വാൽവുകളും കണക്ഷനുകളും വൃത്തികെട്ട ഫിൽട്ടറുകൾ, മോശം പരിപാലന രീതികൾ തുടങ്ങിയ മറ്റു ഘടകങ്ങളും ഇതിന് കാരണമാകും. എന്നിരുന്നാലും വളരെ താഴ്ന്നതോ വളരെ ഉയർന്നതോ ആയ പ്രശ്നങ്ങൾ ഒരു സമ്മർദ്ദം സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള ഫലപ്രാപ്തിയെയും പ്രവർത്തന ചെലവുകളെയും ബാധിക്കും. ഒന്ന്, അസ്ഥിരമായ അഥവാ അല്ലെങ്കിൽ ഇല്ലാത്ത വായുസഞ്ചാരം ഉണ്ടാകുമ്പോൾ ഇൻടേക്ക് ഫിൽട്ടറിന് മർദ്ദപ്രശ്നങ്ങൾ അനുഭവപ്പെടാം. ഫിൽട്ടർ തുരുമ്പെടുക്കുകയോ പൊട്ടുകയോ ചെയ്താൽ ഉപഭോഗം തടസ്സപ്പെടുന്നു. പ്രശ്നം പരിഹരിക്കുന്നതിന് ഇൻടേക്ക് ഫിൽട്ടർ നീക്കം ചെയ്യുക, വൃത്തിയാക്കുക അല്ലെങ്കിൽ മാറ്റിസ്ഥാപിക്കുക. 2. സിസ്റ്റത്തിന് ശക്തി കുറവാണെങ്കിൽ അല്ലെങ്കിൽ മെഷീൻ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എവിടെയെങ്കിലും ചോർച്ചയുണ്ട്. സോപ്പ് വെള്ളമോ ലൈറ്റ് ഓയിലോ ഉപയോഗിച്ച് നിറയ്ക്കാൻ കഴിയുന്ന എയർസോൾ സ്പ്രേയർ ഉപയോഗിക്കുന്നതാണ് ചോർച്ച തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ സമീപനം. ഒരു അറ്റത്ത് ആരംഭിക്കുന്ന ഹോസിന്റെ നീളത്തിൽ ദ്രാവകം തളിക്കുക. ഹോസുകളിലോ അറ്റാച്ച്മെന്റുകളിലോ ചോർച്ചയുണ്ടെങ്കിൽ വായു ഒരുമിച്ച് വരുന്നിടത്ത് കുമിളകൾ രൂപപ്പെടും. അഥവാ കുമിളകൾ വായു ചോർച്ചയെ സൂചിപ്പിക്കുന്നു. കുറഞ്ഞ വായുവിന്റെ ഗുണനിലവാരം. 1. പ്രഷർ വാൽവുകൾ, ഫ്ലോ കൺട്രോളറുകൾ, വാൽവുകൾ, ലീനിയർ അല്ലെങ്കിൽ റോട്ടറി ആക്ച്വേറ്ററുകൾ എന്നിവ പോലുള്ള ഡിമാൻഡ് സൈഡിലെ ഘടകങ്ങൾ വായുവിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നു. ചില ഭാഗങ്ങളിൽ മോശം വായുവിന്റെ ഗുണനിലവാരം മുഴുവൻ സിസ്റ്റത്തെയും ബാധിക്കും. 2. പിസ്റ്റണുകളിൽ കടുത്ത തുരുമ്പ് പ്രകടമാണ്. തുരുമ്പിന്റെ നേരിയ സൂചന പോലും ഉണ്ടെങ്കിൽ ഈർപ്പത്തിന്റെ പ്രശ്നമുണ്ട്. ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിന് ഈർപ്പത്തിൽ നിന്ന് കടുത്ത കേടുപാടുകൾ സംഭവിക്കാം. ഇത് പല വിധങ്ങളിൽ ഒരു സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കും. നീണ്ടുനിൽക്കുന്ന ഈർപ്പം തുരുമ്പിന് കാരണമാകുന്നു. ഇത് മറ്റ് സിസ്റ്റ ഘടകങ്ങളിലേക്കും വ്യാപിക്കുകയും മുഴുവൻ സിസ്റ്റത്തിലുടനീളം പലതരം പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. 3. ന്യൂമാറ്റിക് സിസ്റ്റങ്ങളിലെ ഏറ്റവും സാധാരണമായ പ്രശ്നങ്ങളിലൊന്ന് വാൽവ് സ്പൂൾ ജാമിംഗ് ആണ്. ഇത് സാധാരണയായി തുരുമ്പെടുക്കൽ അല്ലെങ്കിൽ സിസ്റ്റം അവശിഷ്ടങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത്. ഇത് ഒരു വാൽവ് സ്റ്റിക്ക് ഉണ്ടാക്കുകയും ശരിയായി തുറക്കാതിരിക്കുകയും ചെയ്യും. അടഞ്ഞ ഫിൽറ്ററുകൾ മാറ്റുന്നതിലൂടെയും നിങ്ങളുടെ മെഷീനിൽ പതിവ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലൂടെയും നിങ്ങൾക്ക് വാൽവ് സ്പൂൺ ജാമിംഗ് തടയാൻ കഴിയും. 4. മോശം ഇലക്ട്രിക്കൽ സിസ്റ്റം. സിസ്റ്റം ശരിയായി പ്രവർത്തിക്കില്ല. വോൾട്ടേജ് അസ്ഥിരമാണെങ്കിലും പ്രവർത്തന പരിധിക്ക് പുറത്താണെങ്കിലും അല്ലെങ്കിലും രണ്ടും ദോഷം ചെയ്യും. പ്രധാന വിവരങ്ങൾ. വോൾട്ടേജ് അല്ലെങ്കിൽ പവർ ബുദ്ധിമുട്ടുകൾ പരിശോധിക്കുന്നതിന് മുമ്പ് പവർ ഓഫ് ആണെന്നും ഉപകരണങ്ങളിലൂടെ വായു ഒഴുകുന്നില്ലെന്നും ഉറപ്പാക്കുക. അന്തരീക്ഷ അവസ്ഥ. രൂപമാറ്റവും തെറ്റായ ക്രമീകരണവും. ചൂടാക്കുമ്പോൾ ലോഹം വികസിക്കുകയും വ്യത്യസ്ത താപനിലകളിൽ ചുരുങ്ങുകയും ചെയ്യുന്നു. വികസിക്കുന്ന ചുരുങ്ങൽ ചക്രത്തിന്റെ ഫലമായി ലോഹഭാഗങ്ങളിൽ തെറ്റായി ക്രമീകരിക്കുകയോ വികലമാക്കുകയോ ചെയ്യാം. ഇത് സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള കാര്യക്ഷമത കുറയ്ക്കും. പെട്ടെന്നുള്ള താപനില വ്യതിയാനങ്ങളിൽ നിന്ന് നിങ്ങളുടെ കംപ്രസറിനെ അകറ്റി നിർത്തുന്നുവെന്ന് ഉറപ്പാക്കുക. ഈ പ്രശ്നങ്ങൾ തടയുന്നതിന് നിങ്ങളുടെ സിസ്റ്റവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തെ താപനില ശ്രദ്ധിക്കുക. ന്യൂമാറ്റിക് ഇൻസ്റ്റലേഷനുകൾ. ഏത് ന്യൂമാറ്റിക് സിസ്റ്റവും അത് എത്ര നല്ലതാണെങ്കിലും അപര്യാപ്തമായ ഇൻസ്റ്റലേഷൻ കാരണം അകാലത്തിൽ പരാജയപ്പെടും. പിന്തുണയോ മാർഗനിർദ്ദേശമോ ഇല്ലാതെ പിസ്റ്റൺ വടിയിൽ ഒരു ലോഡ് പ്രയോഗിക്കുമ്പോഴോ മൗണ്ടിംഗ്, പിസ്റ്റൺ റോഡ് കണക്ഷൻ വിന്യാസത്തിന് പുറത്താകുമ്പോഴോ സംഭവിക്കുന്ന സൗഡ് ലോഡിംഗ് അനുചിതമായ മൗണ്ടിംഗ് മൂലവും സംഭവിക്കാം. ഉദാഹരണത്തിന്, സൈഡ് ലോഡിംഗ് വികസിക്കുകയാണെങ്കിൽ ന്യൂമാറ്റിക് സിലിണ്ടർ അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ്. പാർശ്വ സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിന് നിരവധി തന്ത്രങ്ങളുണ്ട്. പക്ഷേ ആദ്യത്തെ ഇൻസ്റ്റലേഷൻ കൃത്യമായ വിന്യാസത്തെ മറികടക്കാനൊന്നുമില്ല. 7. തെരഞ്ഞെടുപ്പ് മാനദണ്ഡം. പ്രകടനത്തിന്റെ കാര്യത്തിൽ നിലനിൽക്കുന്നതുമാണെങ്കിലും തെറ്റായ ഉൽപ്പന്നം തെരഞ്ഞെടുക്കുന്നത് എളുപ്പമാണ്. നിങ്ങളുടെ നിർദ്ദിഷ്ട ആപ്ലിക്കേഷനായി ശരിയായ ന്യൂമാറ്റിക് സിസ്റ്റം തെരഞ്ഞെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. കൂടാതെ ന്യൂമാറ്റിക് സിസ്റ്റങ്ങൾ രൂപകൽപ്പനയിൽ ലളിതവും ഇൻസ്റ്റാൾ ചെയ്യാൻ എളുപ്പമുള്ളതും വിലയിൽ താങ്ങാനാവുന്നതും. ഇന്നത്തെ വീഡിയോയിൽ ഇതുവരെ ന്യൂമാറ്റിക് ഹൈഡ്രോളിക് സിസ്റ്റങ്ങളുടെ പരിപാലനം, പ്രശ്നപരിഹാരം,
സുരക്ഷാ വശങ്ങൾ എന്നിവ എങ്ങനെ പരിപാലിക്കാം, പരിഹരിക്കാം എന്നതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങൾക്ക് സുരക്ഷാ വശങ്ങൾ അറിഞ്ഞും രണ്ടാമത് കട്ട്